ആയുർവേദ ചികിത്സയ്ക്കൊപ്പം നടത്തുന്ന നെൽകൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് തൊടുപുഴ സ്വദേശി ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി. പാരമ്പര്യമായി നടത്തുന്ന കൃഷിയിൽ ആധുനിക സാങ്കേതികത കൂടി ചേർത്തപ്പോൾ ഇരട്ടി വിളവും കൂടിയാണ് ഡോക്ടർക്ക് ലഭിച്ചത്. വർഷത്തിൽ 2 തവണയായുള്ള നെൽകൃഷി തികച്ചും ജൈവ രീതിയിലെന്നാണ് പ്രത്യേകത. ആയുർവേദ ചികിത്സയുടെ തിരക്കിനിടയിലും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന കൃഷിരീതിയെ കൈവിട്ട് കളയാൻ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി ഒരുക്കമായിരുന്നില്ല. കൃഷി ലാഭകരമല്ലെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ അത്ര ശരിയല്ലെന്നാണ് മാത്യു ഡോക്ടറുടെ അഭിപ്രായം. ആധുനിക ടെക്നോളജിക്കും സാങ്കേതിക വിദ്യയ്ക്കുമൊപ്പം പരമ്പരാഗത രീതി കൂടി ബുദ്ധിപൂർവ്വം സംയോജിപ്പിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്നാണ് മാത്യു ഡോക്ടർ പറയുന്നത്. ഈ 2 ഏക്കർ പാടത്ത് മൊത്തം കൃഷി ചെയ്യുവാൻ നമുക്ക് ഹാർവെസ്റ്റിംഗ് മെഷീൻ കിട്ടി. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഞാറിടാനും ഞാറ് പ്ലാന്റ് ചെയ്യാനുള്ളൊരു മെഷീനും കിട്ടിയതുകൊണ്ട് നമ്മുടെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഒരുപാട് കുറവാണ് വന്നത്. അപ്പോൾ ഈ തരത്തിൽ ചെലവ് കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് പോവുകയും നല്ല വിളവും കിട്ടുകയും ചെയ്താൽ നെൽകൃഷി ഒരു കാരണവശാലും നഷ്ടമല്ല, നല്ലതാണ്. നാടൻ വിത്തിനങ്ങൾക്കൊപ്പം ഔഷധമൂല്യമേറിയ രക്തശാലി ഉൾപ്പെടെയുള്ളവയും ഡോക്ടറുടെ 2 ഏക്കർ പാടത്ത് വിതയ്ക്കാറുണ്ട്. നെല്ല് വീട്ടാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവ ഡോക്ടർക്ക് സ്വന്തമായുള്ള ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ ഉപയോഗിക്കും. നല്ല ആഹാരം നമുക്ക് കിട്ടുന്നതിന് ആവശ്യമായുള്ള റോ മെറ്റീരിയൽ തീർച്ചയായിട്ടും അരി നമുക്ക് ഒട്ടും തവിട് കളയാത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്തൊക്കെ ഉപയോഗിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടാവുന്നതാണ്. വർഷത്തിൽ 2 പ്രാവശ്യമുള്ള നെൽകൃഷിയുടെ ഇടവേളകളിൽ പയറും കൃഷി ചെയ്യാറുണ്ട്. മികച്ച വിളവിനൊപ്പം നിലം ഫലഭൂയിഷ്ടമാക്കാനും പയർ കൃഷി സഹായിക്കുന്നു. ഇവിടെ 2 കൃഷിയും ചെയ്യുന്നുണ്ട്. ചിങ്ങക്കൃഷിയും മകരകൃഷിയും ചെയ്യുന്നുണ്ട്. ഈ മകരകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു പയർ ഒരു ഇടവിളയായിട്ട് ചെയ്യാറുണ്ട്. അത് നൈട്രജൻ അളവ് ഫിക്സിങ്ങിലൊക്കെ നല്ലതെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ഒരു സവിശേഷമായിട്ടുള്ള കാര്യം, ഈ പാടത്ത് നമ്മൾ പ്രയോഗം നടത്തിയിട്ട് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. കേവലം നെല്ലുൽപാദനം എന്നതിലുപരി പാടത്ത് പതിവായി കൃഷി ഇറക്കുന്നത് മൂലം പരിസര പ്രദേശങ്ങളിലെ ഭൂജല സംരക്ഷണം ഉറപ്പുവരുത്താനാകുന്നുവെന്നതും ഡോക്ടർക്ക് സന്തോഷം നൽകുന്നു. പലരും പാടം നികത്തി കെട്ടിടങ്ങളും മറ്റും ഉയർത്തുമ്പോൾ പരമ്പരാഗത കൃഷി കൈവിടാത്ത മാത്യു ഡോക്ടറെ പോലുള്ളവർ സമൂഹത്തിന് മാതൃക കൂടിയാണ്. ജനം, ഇടുക്കി.